റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഫണ്ട് വിനിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകുന്നില്ലെന്ന ആരോപണം. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി സ്ഥാപിക്കാനാണ് ഒരു വർഷം മുൻപ് 33 ലക്ഷം രൂപ അനുവദിച്ചത്. പലതവണ കത്ത് നൽകിയെങ്കിലും ആരോഗ്യവകുപ്പ് അനുമതി നൽകിയിട്ടില്ല. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മെഡിക്കൽ ഡയറക്ടർക്ക് നൽകിയ കത്തിനും മറുപടിയില്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അനുമതി നൽകുന്നില്ലെന്നാണ് ആരോപണം. തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 5-ാം തീയതി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ലാബ് ആ ഒരു ലാബിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി സാറുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ജില്ലാ കളക്ടർക്ക് കത്തയക്കുകയുണ്ടായി. അനുവദിച്ചുകൊണ്ട് 33 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളിതുവരെ ഒരു വർഷവും ഒരാഴ്ചയായിട്ടും ആ ഒരു പദ്ധതിക്ക് ഒരു അംഗീകാരം നൽകുകയോ അതിന് വേണ്ടിയിട്ട് യാതൊരു നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ലാബ് വരുന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ സാധാരണ രോഗികളായിട്ടുള്ള മഞ്ഞ BPL കാർഡ് ഉപഭോക്താക്കൾക്ക് ധാരാളം ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. പക്ഷേ ഇത് നടപ്പിലാക്കില്ല എന്നുള്ളൊരു വാശിയിലാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കോർപ്പറേഷൻ ഭരണാധികാരികളും ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ജെയ്സൺ ചാമവളപ്പിലുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ 33 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് ചെലവിട്ടൊരു ലാബ് നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടും അതിന് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നാണോ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2-ാം തീയതിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഓഫീസ് തുറക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഇത്തരം ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആദ്യമായി അദ്ദേഹം ഒരു ഫണ്ട് അനുവദിക്കുന്നത്. 33 ലക്ഷം രൂപ ജില്ലാ ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തുടങ്ങുക എന്ന ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം ആ ഫണ്ട് അനുവദിക്കുന്നത്. അതിനുശേഷം ഇത് സംബന്ധിച്ച കത്ത് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിലാണ് ജനറൽ ആശുപത്രി. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകി. പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് കോർപ്പറേഷൻ തന്നെ ഇത് പാസ്സാക്കി അയക്കുന്നത്. ഇത് സംബന്ധിച്ച നിരവധി പരാതികളും ആരോപണങ്ങളും അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കയ്യിലെത്തിയിരിക്കുന്ന ഫയലിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നതാണ് പരാതിയായിട്ട് ഉയർന്നിരിക്കുന്നത്. നാം DMOയുമായി ഇന്നലെ സംസാരിച്ചു. DMO പറഞ്ഞത് ഇത് സംബന്ധിച്ച ഫയലൊക്കെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അടുത്താണ് എന്നതാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ആ ഫയൽ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജില്ലാ ജനറൽ ആശുപത്രിയാണ്. സാധാരണ പാവപ്പെട്ട രോഗികൾ നിരവധി പേർ വരുന്നതാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് എന്ന് പറയുന്നത് നിരവധി ആളുകൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. അതാണിപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ തടയപ്പെട്ടു എന്ന ആരോപണവുമായി ഇപ്പോൾ BJP രംഗത്ത് വരുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. ഇത് സംബന്ധിച്ച ലാബിന് വേണ്ടിയിട്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്, പണം അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ്. ഇത് രാഷ്ട്രീയ കാരണങ്ങളാണോ സാങ്കേതിക കാരണങ്ങളാണോ എന്നത് സംബന്ധിച്ച് ആരും വ്യക്തമായ മറുപടി നമുക്കൊരു പ്രതികരണം എടുക്കാം. എന്തായാലും ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടർ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാണെങ്കിൽ അത് വ്യക്തമാക്കുക, രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ അതിവിടെ നിർത്തുക, ആ ലാബിന് അനുമതി നൽകുക. MP ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 33 ലക്ഷം രൂപ കൊടുത്തൊരു ലാബ് നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ പോയി ഇങ്ങ് വാങ്ങണ്ടേ? എയിംസൊക്കെ പിന്നീട് വന്നോളും. ആദ്യം ഈ ലാബ് നടത്താം എന്ന് MP പറയുമ്പോൾ അതിന് നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ലല്ലോ. രാഷ്ട്രീയമാണ് കാരണമെങ്കിൽ അത് പാടില്ല, സാങ്കേതികമാണെങ്കിൽ അത് വിശദീകരിച്ചാൽ മതി. നമുക്ക് ആരോഗ്യവകുപ്പിനോട് ചോദിക്കാം. നമ്മളൊരു മുൻവിധിയിലേക്ക് ഇപ്പോൾ എത്തണ്ട.